അസ്സലാമു അഷ്റഫുൽ അംബിയ രാജാവിൻ പൂമകൾ ഫാത്തിമത്ത് സുഹ്റ ഇമ്പപ്പൂവഴകായി മക്ക മരുഭൂവിൽ ഉദിച്ചൊരു കമറാണ് ഫാത്തിമത്തൊളിവാണ്. അഷ്റഫുൽ അംബിയ രാജാവിൻ പൂമകൾ ഫാത്തിമത്ത് സുഹ്റ ഇമ്പപ്പൂവഴകായി മക്ക മരുഭൂവിൽ ഉദിച്ചൊരു കമറാണ് ഫാത്തിമത്തൊളിവാണ്. സത്തായ ദീനിന്റെ പാതയിൽ ഫാത്തിമ മാതൃക പൂവായി തിളങ്ങിയ രാജാത്തി മഹിളകൾക്കാകെയും മാതൃകയാണവർ ഫാത്തിമത്ത് സുഹ്റ ഫാത്തിമത്ത് സുഹ്റ. അഷ്റഫുൽ അംബിയ രാജാവിൻ പൂമകൾ ഫാത്തിമത്ത് സുഹ്റ ഇമ്പപ്പൂവഴകായി മക്ക മരുഭൂവിൽ ഉദിച്ചൊരു കമറാണ് ഫാത്തിമത്തൊളിവാണ്. മുത്ത് റസൂലിന്റെ മുത്തായ പൂമകൾ ശൂരനാലിയുടെ കൽബിന്റെ സീനത്ത് ഹസൻ ഹുസൈനാരുടെ പുന്നാരപ്പൊന്നുമ്മ ഫാത്തിമത്ത് സുഹ്റ ഫാത്തിമത്ത് സുഹ്റ. അഷ്റഫുൽ അംബിയ രാജാവിൻ പൂമകൾ ഫാത്തിമത്ത് സുഹ്റ ഇമ്പപ്പൂവഴകായി മക്ക മരുഭൂവിൽ ഉദിച്ചൊരു കമറാണ് ഫാത്തിമത്തൊളിവാണ്. ത്വാഹ റസൂലുള്ളാഹ് ചൊല്ലിയൊരു നാളിൽ കരളിന്റെ കരളായ പൊന്നുമോളെ ഫാത്തിമ കനലെരിയും നാളിൽ അർശിൻ തണലിനായി നഫ്സിനെ കാത്തിടണേ ഫാത്തിമ പൂമോളെ. അഷ്റഫുൽ അംബിയ രാജാവിൻ പൂമകൾ ഫാത്തിമത്ത് സുഹ്റ ഇമ്പപ്പൂവഴകായി മക്ക മരുഭൂവിൽ ഉദിച്ചൊരു കമറാണ് ഫാത്തിമത്തൊളിവാണ്. അസ്സലാമു അലൈക്കും. ഗാനം ഉബൈദ്. അസ്സലാമു അലൈക്കും. മദീനത്തെ മലർ മണ്ണിൽ മരതകാമണലിന്റെ കവിളിൽ ചുണ്ടു ചേർത്തൊരു ചുംബനം ഞാൻ കാത്തിരിപ്പുണ്ട് മഹാരാജാ റസൂലിനെ മാടി മാടി വിളിച്ചു കണ്ട് മഹിതഭൂമിയിലൊന്നു ചെല്ലുന്ന പൂതിയും പോണ്ട് മദീനത്തെ മലർ മണ്ണിൽ മരതകാമണലിന്റെ കവിളിൽ ചുണ്ടു ചേർത്തൊരു ചുംബനം ഞാൻ കാത്തിരിപ്പുണ്ട് മഹാരാജാ റസൂലിനെ മാടി മാടി വിളിച്ചു
കണ്ട് മഹിത ഭൂമിയിലൊന്ന് ചൊല്ലണ പൂതിയും പോണ്ട് മനം നീറി കരഞ്ഞാരെ മധുര സ്നേഹം നുണഞ്ഞാരെ മദതിനായൊരു മധുഗാനം ഞാനുമോരണ്ട് മധുരമാണെന്നറിഞ്ഞാരെ മദത് പലരും ചൊരിഞ്ഞാരെ മഹബത്തിനയിലായിടാനും കൽബകം വീണ്ട് ത്വമിനാരത്തിൻ ചിത്രങ്ങളൻ മനം നിത്യങ്കിന കനവേ ത്വഹാബിൻ പാപത്തിൻ കനവിലൊരു ദിനം എത്തും ഞാൻ കാത്തിടവേ മദീനത്തെ മണ്ണിൽ മരതകാമണലിന്റെ കവിളിൽ ചുണ്ടു ചേർത്തൊരു ചുംബനം കാത്തിരിപ്പുണ്ട് മഹാരാജാ റസൂലിനെ മാടി മാടി വിളിച്ചു കണ്ട് മഹിത ഭൂമിയിലൊന്ന് ചെല്ലണ പൂതിയും പോണ്ട് തങ്ങളെ ഞാൻ പാപിയാണ് എങ്കിലും ഞാൻ പാവമാണ് പാപമേറിയ ജീവിതം തീർത്ഥമനമാണ് പാട്ടു പാടാനിഷ്ടമാണ് പാടിയതു ഞാനങ്ങയാണ് പാലിലാനബി തിങ്കളെന്നെ നോക്കിടാനാണ് ശാന്തി പോകും നാട്ടിലങ്ങ് തിളങ്ങിടുന്ന മദീന മണ്ണിൽ ശാന്തി പോകും നാട്ടിലങ്ങ് തിളങ്ങിടുന്ന മദീന മണ്ണിൽ ഷാഫിയായ ഹബീബരെ പല നാളിലണയണം ഒരു വിളി കാത്തു കഴിയണം തിരുനിലയിൽ മടങ്ങണം മദീനത്തെ മലർ മണ്ണിൽ മവതകാമണലിന്റെ കായലിൽ ചുണ്ടു ചേർത്തൊരു ചുംബനം കാത്തിരിപ്പുണ്ട് മഹാരാജാ റസൂലിനെ മാടി മാടി വിളിച്ചു കണ്ട് മഹിത ഭൂമിയിലൊന്നു ചെല്ലണ പൂതിയും പോണ്ട് കണ്ടിടാൻ കൊതിയേറെയാണ് പണ്ടു മുതലേ പൂതിയാണ് വിണ്ടു കീറിയ കൽവിൽ പലരും കണ്ട കഥയാണ് നെഞ്ചു കാണാൻ കെഞ്ചലാണ് നെഞ്ചു നിറയെ തങ്ങളാണ് പിഞ്ചുനാൾ മുതലേ വിരിഞ്ഞൊരു സ്നേഹനിധിയാണ് നാജിനബി മദ്ഹദിയെങ്കിൽ നാദരുണ്ട് സുറൂറ് ചങ്കിൽ നാജിനബി മദ്ഹദിയെങ്കിൽ നാദരുണ്ട് സുറൂറ് ചങ്കിൽ നായക അങ്ങേക്കു വേണ്ടിവനായും സരുളേണം ഇരുജഗമോചനം തരണം ഈമാനിൽ വിടാവേണം മദീനത്തെ മലർ മണ്ണിൽ മരതകാമണലിന്റെ കവിളിൽ ചുണ്ടു ചേർത്തൊരു ചുംബനം കാത്തിരിപ്പുണ്ട് മഹാരാജാ റസൂലിനെ മാടി മാടി വിളിച്ചു കണ്ട് മഹിത ഭൂമിയിലൊന്നു ചെല്ലണ പൂതിയും പോണ്ട് ഗാനം ഷമീൽ ഈദമഴക്കുടിലിൽ വാണൊരു ലോകനായകരെ ഈദമരത്തണലിൽ ഉലകത്തേരുത്തിനയറ്റവരെ ഈദമഴക്കുടിലിൽ വാണൊരു ലോകനായകരെ ഈദമരത്തണലിൽ ഉലകത്തേരുത്തിനയറ്റവരെ നെഞ്ചിൽ നിറഞ്ഞ പ്രവാചകരെ മുഞ്ചിൽ വിരിഞ്ഞ പ്രഭാമലരെ നെഞ്ചിൽ നിറഞ്ഞ പ്രവാചകരെ മുഞ്ചിൽ വിരിഞ്ഞ പ്രഭാമലരെ
സുബർഗത്തിൻ മിഹ്റാബിനോട് തേടി വിളങ്ങുന്ന സുബ്ഹാനോട് ഒരുമിച്ച് സുഹൃതനാമം സുവർണത്തിൽ മഷിയാലെ ആർഷിമി തിളങ്ങുന്ന സുജുദാനെ അബുൽ ബശർ നാം ചീടുന്നു ആ തിരുനബീതമരക്കുടിലിൽ വാനൊരു ലോകനായകരെ ഈ ദമരത്തണലിൽ ഉലകത്തേരുത്തിനയത്തവരെ അജ്ഞത മൂടിയ നയനങ്ങൾക്ക് വിജ്ഞാനത്തിൻ അന്യനമെഴുതിയതാര തമസ് തൂത്ത് തുടർച്ച നീക്കിയ തെളിഞ്ഞതാര തോഹ നൂറിൽ നൂറാം രാജ കനക നിലാവാം റോജ നൂറിൽ നൂറാം രാജ കനക നിലാവാം റോജ കൽബകമിൽ കുഹിലയകായി വന്നിടുമോ സ്നേഹ തിന്നിടുമോ റാഹ കാവനെ തിരുനബീതമരക്കുടിലിൽ വാനൊരു ലോകനായകരെ ഈ ദമരത്തണലിൽ ഉലകത്തേരുത്തിനയത്തവരെ ഇരുള് പടർന്ന മനങ്ങളിലേക്ക് വെളിച്ചക്കീറ വിളക്ക് കൊടുത്തിയ താരം ചുട്ടുപയുത്ത മറുമണലിൽ മറുപച്ച പുതച്ചാഹാരം തൊയ്ബയിലണയും നേരം തൊയ്ബയിലലിയും വേഗം തൊയ്ബയിലലിയും വേഗം തൗഫീഖാൽ തൗഹീദിൽ ചേർന്നുണരും ദേശം തീർന്നലിയും ദേശം തന്നലെ തിരുനബീതമരക്കുടിലിൽ വാനൊരു ലോകനായകരെ ഈ ദമരത്തണലിൽ ഉലകത്തേരുത്തിനയത്തവരെ വൈരക്കല്ലായിലെങ്കി ജ്വലിക്കും വൈഡ്യൂരത്തിൻ വൈരികൾ പോലും നമിക്കും വരികൾ നിരത്തി വജസ്സ തേടിയ വാക്കുകളിൽ നിറപ്രണയം മൗത്തിൻ നേരം തേങ്ങി ഉമ്മത്തിനു വിതുമ്പി വിസ്വാക്കും ഇററാക്കും എന്നിരുളി പേടി ചമ്പനി നിർഹാദി സ്നേഹമേ തിരുനബീതമരക്കുടിലിൽ വാനൊരു ലോകനായകരെ ഈ ദമരത്തണലിൽ ഉലകത്തേരുത്തിനയത്തവരെ. പ്രസംഗം ലാസിം. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, എൻ്റെ മുന്നിലിരിക്കുന്ന മുതഅല്ലിം സുഹൃത്തുക്കളെ, നല്ല കൂട്ടുകെട്ടിനെ ഒട്ടനേകം പോരിച്ച പറഞ്ഞ മതമാണ് വിശുദ്ധ ഇസ്ലാം. അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ പരസ്പരം സ്നേഹിച്ചവർക്ക് അർശിന്റെ തണലുണ്ടാകുമെന്ന തിരുനബിയുടെ മൊയ്മത്ത് വിളിച്ചോതുന്ന ആശയം അതാണ്. അന്ത്യനാളിൽ മിത്രങ്ങളെല്ലാം ശത്രുക്കളാകുമെന്നും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ച മിത്രങ്ങളൊഴികെ എന്ന ഖുർആനിക സുഹൃത്ത് കൂട്ടുകെട്ടിന്റെ മഹത്വത്തിന് മാറ്റുകൂട്ടുന്നു. തീർന്നില്ല. നല്ല കൂട്ടുകാരന്റെ ഉദാഹരണം കസ്തൂരി വിൽപ്പനക്കാരന്റെ പോലെയും ചീത്ത കൂട്ടുകാരന്റെ ഉദാഹരണം ഉലയിൽ ഊതുന്ന തട്ടാന്റെ പോലെയുമാണെന്ന പ്രവാചക വചനം നമ്മെ സ്വാധീനിക്കേണ്ടതുണ്ട്. കസ്തൂരി വിൽപ്പനക്കാരിൽ നിന്ന് മൂന്നിലൊരു സൗഭാഗ്യം നമുക്കുണ്ട്. ഒന്നുകിൽ അയാൾ നിന്ന് അല്പ സുഗന്ധം നമുക്ക് പുരട്ടിത്തരും, അതുമല്ലെങ്കിൽ അയാളുടെ അടുത്തുകൂടെ നമുക്ക് സുഗന്ധം ആസ്വദിച്ച് കടന്നു പോകാം, അതുമല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സുഗന്ധം അയാൾ നിന്ന് വില കൊടുത്തു വാങ്ങാം. എന്നാൽ ഉലയിൽ ഊതുന്ന തട്ടാനാകട്ടെ, അയാളുടെ അടുത്ത് പോയി നിന്നാൽ ഒരു തീപ്പൊരി പാറി വന്ന് നമ്മുടെ വസ്ത്രം കത്തിച്ചെന്ന് വരെ വരാം. അതുമല്ലെങ്കിൽ പുകയും വെണ്ണീരും ശ്വസിച്ച് അയാളുടെ അടുത്തുകൂടെ ദുർഗന്ധവും ഏറ്റുമായി കടന്നു പോകാനായിരിക്കും നമ്മുടെ വിധി. സാമൂഹ്യ ജീവിതത്തിലെ സഹവാസങ്ങൾ നമ്മെ എങ്ങനെ ഗുണപരമായും ദുഷ്കരമായും ബോധ്യപ്പെടുത്തുന്ന നബി വചനമാണിത്. ആദർശബോധത്തോടെ ജീവിക്കുന്ന സത്യവിശ്വാസികൾക്ക് ഈ നബി വചനം ഒട്ടേറെ ദിശാസൂചനകൾ നൽകുന്നുണ്ട്. അതിലൊന്ന്, സാമൂഹ്യ ജീവിയായ മനുഷ്യന് സുഹൃത്ത് ബന്ധങ്ങളിൽ നിന്ന് വേറിട്ടൊരു ജീവിതം സാധ്യമല്ല എന്ന സമൂഹന സന്ദേശമാണ്. അതോടൊപ്പം മനുഷ്യർ അവരുടെ സ്വഭാവ നിലവാരത്തിൽ വ്യത്യസ്ത തരക്കാരാണ്.
അതിനാൽ ആളുകളുമായി ഇടപഴകുമ്പോൾ ശ്രദ്ധയും ജാഗ്രതയും വേണമെന്ന മെസ്സേജും ഈ പുണ്യമയമത്തിലുണ്ട്. നല്ല മനുഷ്യരുമായി കൂട്ടുകൂടുന്നവർക്ക് ഗുണപരമായും ഒട്ടേറെ നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന് ഈ ഹദീസ് നമ്മെ തൊട്ടുണർത്തുന്നു. കൂടാതെ ചീത്ത സ്വഭാവം സാംസ്കാരിക ജീർണതയുള്ളവരെ നാം മുഖമുദ്രയാക്കിയാൽ അവരുടെ സ്വഭാവ വൈകല്യം അറിയാതെയാണെങ്കിലും നമ്മിലേക്ക് കടന്നുകൂടുമെന്ന് ഈ പ്രവാചക വചനം അടിവരയിടപ്പെടുന്നു. സത്യവിശ്വാസികൾ സജ്ജന സഹവാസമായാണ് ശ്രമിക്കേണ്ടത്. തന്നേക്കാൾ സൽക്രമവും ജീവിതവും സ്വഭാവ ഗുണവും നിലനിർത്തി പോരുന്നവരുമായാണ് നമ്മുടെ സഹവാസമെങ്കിൽ ഒരു സത്യവിശ്വാസി ശ്രമിക്കേണ്ടത് തന്റെ നന്മയുടെ ഗ്രാഫ് ഒന്നുകൂടി ഉയരാൻ അത് സഹായകരമാകുമെന്ന മെസ്സേജും ഈ പുണ്യമൊഴിമുത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാനാവും. ദുസ്വഭാവികളുമായാണ് നമ്മുടെ കൂട്ടെങ്കിൽ നമ്മെ ആളുകൾ വിലയിരുത്തുന്നത് ദുസ്വഭാവികളായ നമ്മുടെ കൂട്ടുകാരുടെ നിലവാരത്തിലാണ്. അത് നാം നിലനിർത്തി പോരുന്നത് ധാർമ്മികമായ ഇമേജ് തകർക്കാൻ കാരണമാകുമെന്ന സത്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. സന്തോഷങ്ങളിൽ മാത്രം കൂടി നിൽക്കുകയും സന്താപങ്ങളിൽ മാറി നിൽക്കുന്നതിനുമല്ല യഥാർത്ഥ സുഹൃത്ത്, മറിച്ച് രണ്ട് സന്ദർഭങ്ങളിലും കൂടെ കൂടുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത്. തന്റെ ശരീരത്തെക്കാൾ കൂട്ടുകാരന് പരിഗണന നൽകുകയും അകന്നാലും ബന്ധം ബന്ധനമാക്കുന്നവനാണ് ഒരു യഥാർത്ഥ സുഹൃത്ത്. ഇത്തരം മനോഹരമായ മകളുടെ ഉദാഹരണമാണ് നബി തങ്ങളും സിദ്ദീഖ് തങ്ങളും. ഒരു നിമിഷം പോലും വേർപിരിഞ്ഞു നിൽക്കാൻ ആവതില്ലാത്ത വിധം സുദൃഢമായിരുന്നു അവരുടെ ആ ബന്ധം. ഹിജ്റ മധ്യത്തിൽ വിഷജീവികളുടെ സഹവാസ കേന്ദ്രമായിരുന്നു ഇവിടെ. സൗഹൃദം എല്ലാ പത്തുകളും അടച്ച് അപകട സാധ്യതകളെല്ലാം ഒഴിവാക്കി സിദ്ദീഖ് തങ്ങൾ നബി തങ്ങൾ അതിരുകളിലേക്ക് ക്ഷണിച്ചു. ഇത്ര നല്ല കൂട്ടുകെട്ടിന്റെ ഉദാഹരണം വേറേതുണ്ട്? നല്ല കൂട്ടുകെട്ടിലൂടെ നല്ല ജീവിതം സൃഷ്ടിച്ചെടുക്കുന്നത് പോലെ ചീത്ത കൂട്ടുകെട്ടിലൂടെ ചീത്ത ജീവിത സാഹചര്യങ്ങൾക്ക് വൈദ്യുതി വീഴുകയും ചെയ്യും. വ്യക്തിയെ മനസ്സിലാക്കാനും അവരെ വിലയിരുത്താനും പറ്റിയ മാർഗങ്ങളെയൊന്ന് അവന്റെ കൂട്ടുകെട്ട് ആരുമായിട്ടാണെന്ന് അറിയലാണ്. ഇതിനടിവരയിട്ടുകൊണ്ട് നബി തങ്ങൾ ഒരിക്കൽ പറയുകയുണ്ടായി, ഒരു വ്യക്തിയെ മനസ്സിലാക്കേണ്ടത് അവന്റെ കൂട്ടുകാരന്റെ വാക്കുകളുടെ അടിസ്ഥാനത്തിലാണ്. എന്നെ പോലെയുള്ള കൊച്ചു കൂട്ടുകാർ വരെ ഇന്ന് കള്ള്, കൊല, കൊള്ള, കഞ്ചാവ് നിത്യ ഹോബിയാക്കി സ്വീകരിക്കുന്നവരാണ്. ഇതിനെല്ലാം പ്രധാന ഹേതു ചീത്ത കൂട്ടുകെട്ട് മാത്രമാണ്. ഒട്ടും സന്ദേഹമില്ലാത്ത അവസ്ഥയിൽ നബി തങ്ങളും സ്വഹാബത്തും നമുക്ക് കാണിച്ചു തന്ന സുന്ദരമായ വഴിയിലൂടെ കടന്നു പോകുന്നതാണ് നമുക്ക് നല്ലത്. ഒരുത്തൻ ഈ ലോകത്ത് ആരെയാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അവരോടൊപ്പമായിരിക്കും നിങ്ങൾ പരലോകത്ത് എന്ന തിരുനബി പാഠമാണിത്. ഒരു കൂട്ടുകാരനെ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് സഹായകരമാകും. നമ്മളെ നന്മയിലേക്ക് സ്വർഗത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടു പോകുന്നതിനാണ് ഒരു യഥാർത്ഥ സുഹൃത്ത്. ഇസ്ലാമിക പ്രസ്ഥാന പ്രവർത്തനങ്ങളിൽ നിന്ന് മാത്രമേ നാം ഒരു യഥാർത്ഥ കൂട്ടുകാരനെ തിരഞ്ഞെടുക്കാൻ പാടൂ. എന്നാൽ മാത്രമേ നാം പരലോകത്ത് വിജയിക്കൂ. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിട. അസ്സലാമു അലൈക്കും. ഗാനം അമീൻ. അസ്സലാമു അലൈക്കും. റൂഹേ മദീനാവിൻ തിങ്കളേ നീ കണ്ടോ തന്നലേ, റൂഹേ മദീനാവിൻ തിങ്കളേ നീ കണ്ടോ തന്നലേ. സുഹൃത നബി താരം സുറൂരിൽ ഹാരം സുഗന്ധിത ഭാരം നൂറ നബി. സുഹൃത നബി താരം സുറൂരിൽ ഹാരം സുഗന്ധിത ഭാരം നൂറ നബി. റൂഹേ മദീനാവിൻ തിങ്കളേ നീ കണ്ടോ തന്നലേ, റൂഹേ മദീനാവിൻ തിങ്കളേ നീ കണ്ടോ തന്നലേ. ദുൽദുൽ കുതിര കുതിക്കുന്നു, ധീരപ്പുലി അലിച്ചാടുന്നു, പിടപിടതിൽ പിടക്കുന്നു, അടിമുടി കഫർ വിറക്കുന്നു. ദുൽദുൽ കുതിര കുതിക്കുന്നു, ധീരപ്പുലി അലിച്ചാടുന്നു, പിടപിടതിൽ പിടക്കുന്നു, അടിമുടി കഫർ വിറക്കുന്നു. ഉലകത്തിനൊരു വരമേകിയുടയവൻ മണിമുത്ത് നബി പുകളോതുന്നേ, ഇറയ
ഇറയകമൊരു വിളിയാളം പരക്കുന്നു വഹിയുമ ജിബിരിലണയുന്നേ വഹിയുമ ജിബിരിലണയുന്നേ ഉലകത്തിനൊരു വരമേകിയുടയവൻ മണിമുത്ത് നബി പുകളോതുന്നേ ഇറയകമൊരു വിളിയാളം പരക്കുന്നു വഹിയുമ ജിബിരിലണയുന്നേ മന്ദാരപ്പൂവല്ലേ മന്നാന്റെ നൂറല്ലേ പാദം മദീനത്തെ മണ്ണോട് ചേർന്നില്ലേ മന്ദാരപ്പൂവല്ലേ മന്നാന്റെ നൂറല്ലേ പാദം മദീനത്തെ മണ്ണോട് ചേർന്നില്ലേ മെഹബൂബ് യാസിൻ സിറാജേ महशूक हामिन सिराज महबूब यासिन सिराज महशूक हामिन सिराज മശരിക്കിലും ത്വാഹ മഹരിബിലും റഹ മാനത്ത് മിന്നും നുജൂബിലുണ്ട് എൻ രാജ മശരിക്കിലും ത്വാഹ മഹരിബിലും റഹ മാനത്ത് മിന്നും നുജൂബിലുണ്ട് എൻ രാജ മക്കത്ത് അജിന് പോകുന്ന പൂമാനെ മുത്ത് റസൂലിന്റെ ചാരത്ത് ചെന്നാട്ടെ ജബലുൽ അബുഹൈസിൻ മിദഹലിലുള്ള റബ്ബിന്റെ മറാൽ വീണിച്ചു തജബല്ല മക്കത്ത് അജിന് പോകുന്ന പൂമാനെ മുത്ത് റസൂലിന്റെ ചാരത്ത് ചെന്നാട്ടെ ജബലുൽ അബുഹൈസിൻ മിദഹലിലുള്ള റബ്ബിന്റെ മറാൽ വീണിച്ചു തജബല്ല ബഹറിന്റെ ഓളത്തിൻ നീളം ബദറുത്തു ജാനബി ബഹറും കടന്ന മദീന കാണുമോനൻ സയ്യിദി ബലദുൽ അമീന ബുറാക്കിൽ കമീന ബകായിൽ നസീന നൂറുൽ അമീന ബലദുൽ അമീന ബുറാക്കിൽ കമീന ബകായിൽ നസീന നൂറുൽ അമീന ത്വയ്ബ മദീനത്തിന്റെ മെഹബൂബ് രാജ അംബിയ താജ മിന്നും മാണിക്യത്തിന്റെ ഒളിവാണോ റോജ ഹോജ സിറാജ ത്വയ്ബ മദീനത്തിന്റെ മെഹബൂബ് രാജ അംബിയ താജ മിന്നും മാണിക്യത്തിന്റെ ഒളിവാണോ റോജ ഹോജ സിറാജ ജഗമൊയ്യും ജലാലി ജസാൻ നബി ജഗന്നാഥൻ ജമാലി ജൂദേ സയ്യിദി ജൗഹർ യാ നബി ജൂദേ നബി ജൗഹർ യാ നബി ജൂദേ നബി ജന്നാത്തിൽ പൂത്തുള്ള മുത്തോ സീരി ജന്നാത്തിൽ പൂത്തുള്ള മുത്തോ സീരി. അസ്സലാമു അലൈക്കും. പ്രസംഗം ഷഹീൻ ഷാ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും ആദരവും ബഹുമാനവും ഉസ്താദിനാണ്. എൻ്റെ മുന്നിൽ നിൽക്കുന്ന മറ്റു വ്യക്തിത്വങ്ങളെ അസ്സലാമു അലൈക്കും. ഞാൻ ഈ വേദിയിലേറ്റുന്നത് അറിവിന്റെ മഹത്വം എന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങളുമായി അല്പം സംവദിക്കാൻ വേണ്ടിയാണ്. അതിന് തൗഫീഖ് നൽകിയ അല്ലാഹുവിനെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാൽ. ഭൗമോപരിതല സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉന്നതനാണ് മനുഷ്യൻ. ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളിൽ നിന്നും മനുഷ്യൻ വ്യത്യസ്തനാകുന്നത് അവന്റെ അറിവും വിവേകവും കൊണ്ടാണ്. തന്റെ ജീവിതത്തെ ചിട്ടയായ രൂപത്തിൽ ചിട്ടപ്പെടുത്താനും തന്റെ ജീവിത ലക്ഷ്യങ്ങളെ തേടിപ്പിടിക്കാനുമുള്ള ഒരു പ്രധാന ആയുധമായിട്ടാണ് അറിവർത്തിക്കുന്നത്. ഒരു ഭാഷ പഠിച്ചാൽ നിനക്കൊരു ചിറക് മുളച്ചു, രണ്ട് ഭാഷ പഠിച്ചാൽ നിനക്ക് രണ്ട് ചിറക് മുളച്ചു എന്ന് പ്രശസ്ത നോവലിസ്റ്റ് ഷേക്സ്പിയറിന്റെ വാക്കാണിത്. അറിവ് നേടുമ്പോഴാണ് മനുഷ്യൻ യഥാർത്ഥ മനുഷ്യനാകുന്നത്.
കൂടുതൽ അറിവുകൾ നേടുന്നതിലൂടെ മനുഷ്യൻ തന്റെ ലക്ഷ്യത്തിലെത്തുകയാണ് ചെയ്യുന്നത്. ലോകത്ത് ഉത്ഭവിച്ചിട്ടുള്ള എല്ലാ മതങ്ങളിൽ നിന്നും അറിവിന് പ്രത്യേക പ്രാധാന്യം കൽപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. മതപരമായ അറിവായിക്കൊള്ളട്ടെ, ഭൗതികപരമായ അറിവായിക്കൊള്ളട്ടെ, അറിവിന് അതിൻ്റെതായ സ്ഥാനം നൽകുന്ന മതമാണ് ഇസ്ലാം. ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവനും അറിവില്ലാത്തവനും സമമാണോ എന്ന ചോദ്യം ലോക ജനതയിലേക്ക് തുരുത്തിയിട്ടുകൊണ്ട് ഖുർആൻ അറിവുള്ളവന്റെ സ്ഥാനം ഉയർത്തിപ്പിടിക്കുന്നു. മുന്നോട്ടുള്ള ഗമനത്തിൽ അപജയം സംഭവിച്ചിട്ടുള്ള ഏതൊരു രാജ്യത്തിന്റെയും ജനങ്ങളുടെയും അവസ്ഥ പരിശോധിച്ചാൽ അറിവുള്ളവന്റെ അഭാവമായിരിക്കും അതിനുള്ള കാരണമായി ലഭിക്കുക. അറിവ് നേടുന്നതും അതിനുവേണ്ടി സദസ്സുകൾ സംഘടിപ്പിക്കുന്നതും അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹം പുണ്യകർമ്മവുമാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അള്ളാഹു ഒരാളെ നന്മ ഉദ്ദേശിച്ചാൽ അവനെ മതപണ്ഡിതനാക്കും. അതായത് ഇഹലോകത്തായാലും പരലോകത്തായാലും അള്ളാഹു ഒരാളെ നന്മ ഉദ്ദേശിച്ചാൽ അവനെ മതപണ്ഡിതനാക്കും എന്നാണ് സാരം. ഈ ലോകത്ത് മനുഷ്യന് വിജയിക്കാനുള്ള പ്രധാന മാർഗമാണ് അറിവ്. അറിവുള്ളവന് ലഭിക്കുന്ന അത്രയും ഉന്നത സ്ഥാനം മറ്റൊരാൾക്ക് ലഭിക്കുകയില്ലെന്നാണ് ഈ തിരുവചനത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. വിദ്യ മനുഷ്യന്റെ കളഞ്ഞുപോയ സ്വത്താണത്. അത് നിങ്ങൾ എവിടെ കണ്ടാലും പെറുക്കിയെടുക്കുക എന്നറിവ് മനുഷ്യന്റെ അമൂല്യമായ സ്വത്തിനോട് ബന്ധിച്ചിട്ടുള്ള മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് രണ്ട് സഹോദരന്മാർ ജീവിച്ചിരുന്നു. ഒരാൾ അറിവ് തേടുന്നവനും മറ്റൊരാൾ കുടുംബത്തിന് വേണ്ടി വരുമാനം കണ്ടെത്തുന്നവനുമായിരുന്നു. ഇദ്ദേഹം അറിവ് തേടുന്ന ആളെ പറ്റി പരാതി പറഞ്ഞ സമയത്ത് അവനെ കൊണ്ടായിരിക്കും നിന്റെ ജോലിയിൽ ബർക്കത്തുണ്ടാവുക, നിന്റെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവുക എന്ന് പറഞ്ഞുകൊണ്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന് അറിവിന്റെ മഹത്വം പഠിപ്പിച്ചു കൊടുക്കുന്നു. വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്ന വാക്യം കണ്ടുപിടിക്കുന്നതിന്റെ എത്രയോ മുമ്പുള്ള മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ പ്രസ്താവനകൾ തീർത്തും എത്ര പ്രശംസനീയമാണ്. അറിവ് നേടുന്നതിന് വലിപ്പമോ പ്രായമോ മാനദണ്ഡമോ ഇല്ല. ജീവിതത്തിലുടനീളം അത് കരസ്ഥമാക്കിയാലോ അവസാനിക്കുന്നതില്ല. പലരും ചിന്തിക്കുന്നത് കേവലം മദ്രസാ പഠനത്തോടെ മതപരമായ അറിവ് അവസാനിച്ചെന്നാണ്. ഇത് തികച്ചും മൗഢ്യമായ ധാരണയാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയുള്ള അള്ളാഹുവിന്റെ കൽപ്പന ഈ വിഷയത്തിൽ ശ്രദ്ധേയമാണ്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, നബിയെ പറയുക, അള്ളാഹുവേ എനിക്ക് നീ വിജ്ഞാനം വർദ്ധിപ്പിച്ചു തരണമേ. അറിവ് വർദ്ധിപ്പിച്ചു തരാൻ വേണ്ടി നബിയെ അള്ളാഹുവിനോട് തേടണമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. മനുഷ്യലോകം അറിയേണ്ട എല്ലാ കാര്യങ്ങളും നിർബന്ധമായതും അല്ലാത്തതുമായ മുഴുവൻ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നു, ലോകത്തുള്ള എല്ലാ വസ്തുക്കളെ കുറിച്ചും ഏറ്റവും അറിയുന്നവൻ ഞാനാണ്. എന്നേക്കാൾ അറിയുന്നവനായും ഒരാളില്ല, എന്നെ പോലെ അറിയുന്നവനായും ഒരാളില്ല. എന്നിട്ടും അള്ളാഹു നബിയോട് പറഞ്ഞത് ഇൽമിനെ അള്ളാഹുവിനോട് വീണ്ടും വീണ്ടും ചോദിക്കാൻ വേണ്ടിയാണ്. വിജ്ഞാന ലോകം അത്രയും വിശാലമാണ്, അത് നേടിയെടുത്ത് മുഴുവനാക്കാൻ സാധ്യമല്ല. അള്ളാഹുവിനെ പറ്റിയും മറ്റു കാര്യങ്ങളെ കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാലും അറിവ് തേടുന്നത് അവസാനിപ്പിക്കാൻ സാധ്യമല്ല. പ്രത്യേകിച്ച് മതപരമായ അറിവ്, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അറിവ് ഒരു കാലത്തും എഴുതി തീർക്കാനോ പറഞ്ഞ് അവസാനിപ്പിക്കാനോ സാധ്യമല്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇൽമിനെ വീണ്ടും വീണ്ടും ചോദിക്കാൻ പറഞ്ഞത്. അല്ലാതെ നബി തങ്ങൾ കുറവുള്ളത് കൊണ്ടല്ല, മറിച്ച് ഇൽമെന്നത് വർദ്ധിക്കുന്നതായത് കൊണ്ടാണ്. അറിവിൽ നിന്ന് എത്ര വേണമെന്ന് നമുക്ക് ഗ്രഹിക്കാവുന്നതാണ്. അറിവുള്ള മനുഷ്യൻ ചിലപ്പോൾ ജിന്നിനേക്കാളും മലക്കിനേക്കാളും ഉന്നതനായിത്തീരും. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ മന്ത്രിയായിരുന്ന ആസിഫ് ഇബ്നു ബർഖയുടെ ചരിത്രം ഈ വിഷയത്തിൽ ഖുർആൻ വിവരിക്കുന്നു. ബിൽഖീസ് രാജ്ഞിയും അവരുടെ കൂട്ടുകാരും ഇവിടെ എത്തുന്നതിന് മുമ്പ് ആരാണ് രാജ്ഞിയുടെ സിംഹാസനം കൊണ്ടുതരിക എന്ന് സുലൈമാൻ നബി അലൈഹി സ്വലാം ചോദിച്ച അവസരത്തിൽ ഈ സീതന്റെ ജിന്നാദ്യം പ്രതികരിച്ചു, അങ്ങിരിക്കുന്ന സ്ഥലത്ത് നിന്ന് എണീക്കുന്നതിന് മുമ്പ് ഞാൻ ആ സിംഹാസനം കൊണ്ടുതരാം. പക്ഷെ സുലൈമാൻ നബി അലൈഹി സ്വലാം തൃപ്തനായില്ല. ഉടനെ തന്നെ ആസിഫ് ഇബ്നു ബർഖ എന്ന മഹാൻ പറഞ്ഞു, അങ്ങ് കണ്ണിച്ചിമ്പ് തുറക്കുന്നതിന് മുമ്പ് ഞാൻ ആ സിംഹാസനം കൊണ്ടുതരാം. ഈ ആയത്തിന്റെ തുടർച്ചയായി പറയുന്നുണ്ട്, ആ നിമിഷം തന്നെ ആ സിംഹാസനം അവിടെ എത്തിയതായി കണ്ടു. ഇതിലുള്ള അന്തരത്തിനെ പറ്റി ഈ ആയത്തിന്റെ തുടക്കത്തിൽ പറയുന്നത് വേദഗ്രന്ഥത്തിൽ നിന്ന് വിജ്ഞാനം തേടിയിട്ടുള്ള ആളാണ് ഈ പണ്ഡിതൻ എന്നാണ്. അറിവുള്ള മനുഷ്യൻ ചിലപ്പോൾ ജിന്നിനേക്കാളും മലക്കിനേക്കാളും ഉന്നതനായി തീരുമെന്നാണ് ഇവിടെ ബോധ്യപ്പെടുത്തി തരുന്നത്. ആസിഫ് ഇബ്നു ബർഖയ്ക്ക് ഞാൻ ആ സിംഹാസനം കൊണ്ടുതരിക എന്ന് ഉറപ്പിച്ചു പറയാൻ സാധിച്ചത് അദ്ദേഹത്തിന് ഉള്ളത് കൊണ്ടാണെന്ന് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നു.
അറിവിന്റെ മഹാത്മ്യത്തെ കുറിച്ച് ബോധ്യപ്പെടുത്തി തരാൻ ഇതിൽ വലിയ തെളി മറ്റൊന്നില്ല. അറിവിലൂടെ പകരേണ്ടത് ധാർമ്മിക വിദ്യയാണ്. ഇന്ന് ലോകത്തിൽ നിന്ന് മാഞ്ഞുകൊണ്ടിരിക്കുന്ന മൗ തന്നെയാണ്. അറിവിലൂടെ പകരേണ്ടത് ധർമ്മപ്രകാശത്തെ മാത്രമാണ്. എന്റെ വാക്കുകൾ അതിനുള്ള പ്രചോദനമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബുർദ ഫായിസ് ആൻഡ് പാർട്ടി. بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما तू शाह कूबा तू जान जाना है चेहरे उम्मुल किताब तेरा न बान सकी है न बान सकेगा मिसाल तेरी जवाब तेरा പൂർണിമ ചന്ദ്രൻ തോൽക്കുന്ന ചന്തം പൂവായിരം വീശിടാത്ത ഗന്ധം മുത്ത് റസൂലിൻ എന്തെന്തു ചന്തം മിസ്കായിരം നാടിക്കുന്ന ഗന്ധം തുഷാര കൂവ तू जाने जाना है चेहरे उम्मुल किताब तेरा न बान सकी है न बान सकेगा मिसाल तेरी जवाब तेरा नबियों से फारे मंजिल मायंगी नारी മണികൾ കൈകൾ മുറിച്ചോ ഹാത്തിം റസൂലെ കണ്ടെങ്കിലവരോ കൽബും പറിച്ച് റൂഹും മുറിക്കും നബിയോസുഫോരെ മുഞ്ചിൽ മയങ്ങി നാരി മണികൾ കൈകൾ മുറിച്ചോ ഖാതിം റസൂലെ കണ്ടെങ്കിലവരും കൽബും പറിച്ച് റൂഹും മുറിക്കും കൽബായ നബിയിൽ എല്ലാം മറക്കും നമ്രോദ് ഹാമാൻ ഫിർഔന് പോലും നബിയോരെ കണ്ടാലെന്നേ നന്നാകും തുഷാരഗോബാ തുജാന ജാന ഹെ ചഹരെ ഉമ്മുൽ കിതാബ് തേരാ നബാൻ സകീ ഹെ നബാൻ സകേഗാ മിസാലി തേരി ജവാബ് അതവിലറിയണം നൂറിനെ അതിൻ കവിൽ നുകരണം ഹൈറിനെ അതവിലറിയണം നൂറിനെ അതിൻ കവിൽ നുകരണം ഹൈറിനെ കഴുകി മനസ്സിൻ ചേരിനെ കാണേണമാ തിരുപ്രാണനെ കഴുകി മനസ്സിൻ ചേരിനെ കാണേണമാ തിരുപ്രാണനെ ജഗമിനൊളിയാം താരകം ജയമാർഗമൊഴുകിയ ജാലകം ജഗമിനൊളിയാം താരകം ജയമാർഗമൊഴുകിയ ജാലകം ജനനമജബാൽ പുളകിതം ജന്നാത്തിവർക്ക് സമർപ്പിതം
സരരസാരാരണ 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 സാ സുരലോകമധിപതി ചെയ്തി സുഖമേകിടുന്ന വലി സന്മാർഗമേ മുഹമ്മദി സൗഭാഗ്യമെന്റെ നബി ഇഷ്ക റസൂലല്ലാഹ് നൂറ ഹബീബല്ലാഹ് ഇഷ്ക റസൂലല്ലാഹ് നൂറ ഹബീബല്ലാഹ് ആരും വാഴ്ത്തുന്ന മീമേ റസൂലല്ലാഹ് ആലത്തിൻ അധിപതിയോനവനേകിയ മുത്തേ ഖൈറുല്ലാഹ് ആദരവായ റസൂലോരെ പൂമുല്ല ആമ്പൽ തളിരിൽ തളിരിട്ടൊരു പൂമുട്ടോ നബി സല്ലല്ലാഹ് പൂമുട്ടോ നബി സല്ലല്ലാഹ് അർശിൽ അസദാം നബിയുല്ലാഹ് അബ്ഹർ നബിയേ നൂറുല്ലാഹ് ഹാജത്ത് ആചാരത്തണഞ്ഞിടുവാൻ അബിയൽ അഹ്മർ നിറമല്ലേ അജ്വാത്തോപ്പിൽ നൂറില്ലേ ആലംബമേ റൂഹിലെന്നും ഹുദാ ആമിൻ തദകൂരി ജീറാനിം ബീദി സലാമി മാസജ്തദം അൻജറാമിൻ മുക്ലത്തിൻ ബിദമി അംഹബതി റിഹു മിൻ തിൽകാഇ കലിമത്തിൻ وأومل البرق في والماء من نظامي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم فما لي عينيك إن قلت كفو فهمتا وما لي قلبك إن قلت استفق يمين مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم أيحسب صب أن الحب منكتم ما بين منسجم منه ومغترم لولا الهوى لم تورك دمعا على طلالي وعلى آلك لذكر الباني والعلمي مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم فكيف تنكر بعد ما شهدت به عليك عدول الدم وسكمي وأثبت الوجدها طيبرة وعلنا مثل البهار على خديك والعنب مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ദേശങ്ങൾ തേടി അലഞ്ഞവരുണ്ടവർ പുണ്യ സഹബ നേരിൻ തെളിദീപം ചൊരിച്ചവരിൽ തെളിയുന്നു സലാമ സൂര്യനുദിക്കാൻ ദിക്കുകൾ തേടിയവർ ഹബീബിന്റെ സത്യമതത്തിൻ വാഹകരാം പൊളിവർ സൂര്യനുദിക്കാൻ ദിക്കുകൾ തേടിയവർ ഹബീബിന്റെ സത്യമതത്തിൻ വാഹകരാ പൊലിവർ ദേശങ്ങൾ തേടി അലഞ്ഞവരുണ്ടവർ പുണ്യ സ്വഹാബ
പേരിൽ തെളിദീപം തെളിയിച്ചവരിൽ ചൊരിയുന്നു സലാം. أكرم الخلق معلما آلوذ به سواك عند حلول الحديث الأمامي وعلي بك رسول الله جاهك بي إذا الكريم تحلى باسم منسجم فإن من جودك الدنيا وضرتها ومن علومك علم اللوح والكلام مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. മക്കത്തെ രാജാത്തിയായി വാണിടും ഖദീജ ബി മുന്തി മുഹമ്മദിനെ വേൽക്കാനം ദാജബല്ല മാലിനി മണിയായ ഖദീജ ബി ചുളുവിലായി സമ്മാനം തേടുന്നേ സന്തോഷം പേറുന്നേ മക്കത്തെ രാജാത്തിയായി വാണിടും ഖദീജ ബി മുന്തി മുഹമ്മദിനെ വേൽക്കാനം ദാജബല്ല മാലിനി മണിയായ ഖദീജ ബി ചുളുവിലായി സമ്മതം തേടുന്നേ സന്തോഷം വേറുന്നേ. يا نفسي لا تقنطي من زلات آلمات إن الكبائر في الغفران كالأمم لا إله ما ترى به يقسمها تهدي على حسب العصيان في القسم. يا ربي واجعل رجائي غير منعكسي لديك وجه اللسان غير منحرم. والتف بعبدك في دارين إنا له صبرا متى تدعو الأهوال ينهزم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. أشرف الأنبياء രാജാവിൻ പൂമകൾ ഫാത്തിമത്ത് സുഹറ ഇമ്പപ്പൂവഴകായി മക്ക മരുഭൂവിൽ ഉദിച്ചൊരു കമറാണ് ഫാത്തിമത്തൊളിവാണ്. അഷ്റഫുൽ അംബിയ രാജാവിൻ പൂമകൾ ഫാത്തിമത്ത് സുഹറ ഇമ്പപ്പൂവഴകായി മക്ക മരുഭൂവിൽ ഉദിച്ചൊരു കമറാണ് ഫാത്തിമത്തൊളിവാണ്. وإذا لصاحبي صلاة منك دائمة على النبي بمنهل ومنسجم والآل والصحب ثم التابعين فهم أهل التقى والنقى والعلم والكرم مرناها عذابات الباني ريح صبا وأتراب الرساد العيس بالنعم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. കടൽ താണ്ടി ചെന്ന് റൗള കണ്ടവരുണ്ട് കാൽനട
ഹബീബൊരക്കെത്തിയവരുണ്ട്. കടൽ താണ്ടി ചെന്ന റോള കണ്ടവരുണ്ട്. കാൽനടയായി ഹബീബൊരക്കെത്തിയവരുണ്ട്. കൊതിച്ച സ്നേഹ ബഹുമാനം തുടിച്ചുകൊണ്ട്, കൊതിച്ച സ്നേഹ ബഹുമാനം തുടിച്ചുകൊണ്ട്, കാലിൽ ചെരുപ്പിടാതെ മദീനയിലൂടെ പണ്ട് നടന്നവരുണ്ട്. കടൽ താണ്ടി ചെന്ന് റൗള കണ്ടവരുണ്ട്. കാൽനടയായി ഹബീബൊരക്കെത്തിയവരുണ്ട്. ثم رضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم سعد سعيد زبير طلحة وأبي عبيدة وابن عوف في عاشر الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا ഹൃദയവാതിലിലമൃത് തേടിലാഹേ നിൻ സ്നേഹദീപമിലെ മുറിവ് നീക്കും നാളമെവിടെ, പുലരി നീട്ടും സൂര്യനെവിടെ, ചിതലു കേറിയൊരുയിരുമായി പതിയെ നീറി ഞാനുമെന്നിയലുടൽ തിരയും തമ്പുരാനെ, ഉയിരിലുറയും വെണ്ണിലാവെ ഹുദാ ഹുദാ നീ അകലെ മാഞ്ഞ് ഇരുളു വീതരുതേ. അഹദേ ഇനിമേൽ ഞാൻ ചെയ്യുകിൽ ഒരു പാപവും, ഇനിയാ വഴിയേ ഞാൻ പോകിൽ ഒരു കാലവും. അഹദേ ഇനിമേൽ ഞാൻ ചെയ്യുകിൽ ഒരു പാപവും, ഇനിയാ വഴിയേ ഞാൻ പോയിടില്ലൊരു കാലവും. മണിമുത്ത് നൂറൊളിവേ മധുഹോദി ഞാൻ നിലാവേ, മാനസം ത്വയ്ബായിൽ ചേർത്തിവൻ പാടി നേതാവേ, എന്നെ മാദിഹീങ്ങളിൽ ചേർത്തിടാനായി സ്നേഹരാജാവേ. മണിമുത്ത് നൂറൊളിവേ മധുഹോദി ഞാൻ നിലാവേ, മാനസം ത്വയ്ബായിൽ ചേർത്തിവൻ പാടി നേതാവേ, എന്നെ മാദിഹീങ്ങളിൽ ചേർത്തിടാനായി സ്നേഹരാജാവേ. പൊരിയാകെ ആഘോഷരാവ് മഹിമാ ഖുറൈശിൽ കല്യാണരാവ്, മക്ക പൊരിയാകെ ആഘോഷരാവ് മഹിമാ ഖുറൈശിൽ കല്യാണരാവ്. ഉണ്ടനും മിസ്കാത്ത് ബാരിക്കിൽ ബന്ദിടെ ഹൂർനിസാവരാം, പരിശാനതും പടിവാൾ ഉഗമാം വിടം വിടലായി, അവരന്തരമേലുള്ള ചന്ദ്രനോ കതിരോനിലും തെളിവായി. ഉണ്ടനും മിസ്കാത്ത് ബാരിക്കിൽ ബന്ദിടെ ഹൂർനിസാവരാം, പരിശാനതും പടിവാൾ ഉഗമാം വിടം വിടലായി, അവരന്തരമേലുള്ള ചന്ദ്രനോ കതിരോനിലും തെളിവായി. ചിത്തിരത്തൻ മുത്തൊളിവിൽ വായും മദീന, ചിത്തം നിത്യം തേടിടുന്ന തേട്ടം മദീന. ചിത്തിരത്തൻ മുത്തൊളിവിൽ വായും മദീന, ചിത്തം നിത്യം
തേടിടുന്ന തേട്ട മദീന പാർത്തുവൃത്തിയിലുത്തമരാം മുത്തിനബീന ഓർത്ത് കോർത്ത് പാടിടുന്നു മധുഹുൽ അമീന പാർത്തുവൃത്തിയിലുത്തമരാം മുത്തിനബീന ഓർത്ത് കോർത്ത് പാടിടുന്നു മധുഹുൽ അമീന അശിം കുലത്തിൽ നല്ല നൂറ് വന്നുദിച്ചു ആലത്തിൽ ആകെ നൂർ ജ്വലിച്ചു ചന്ദ്രിക ചിരിച്ചു അശിം കുലത്തിൽ നല്ല നൂറ് വന്നുദിച്ചു ആലത്തിൽ ആകെ നൂർ ജ്വലിച്ചു ചന്ദ്രിക ചിരിച്ചു ചിത്തിരത്തൻ മുത്തൊളിവിൽ വായു മദീന നിത്യം തേടിടുന്ന തേട്ട മദീന പൂത്തൊരു നല്ല മഹിതപ്പൂ ഹദീജത്ത് മുല്ല മഹദിക്കുള്ളിൽ വീരിഞ്ഞോരാശ നല്ല മണിമുത്ത് റസൂലെന്ന റോജ മണിമക്കയിൽ പൂത്തൊരു നല്ല മഹിതപ്പൂ ഹദീജത്ത് മുല്ല മഹദിക്കുള്ളിൽ വീരിഞ്ഞോരാശ നല്ല മണിമുത്ത് റസൂലെന്ന റോജ മുത്തായ റസൂലിന്റെ മുത്തിലും മുത്തായുള്ള പൂവി മുല്ല മലർച്ചേലൊത്ത ഹൂറി നല്ല മുത്തിനിഷ്ടപ്പെട്ടുള്ള നാരി മണിമക്കൽ പൂത്തൊരു നല്ല മഹിതപ്പൂ ഹദീജത്ത് മുല്ല മഹദിക്കുള്ളിൽ വീരിഞ്ഞോരാശ നല്ല മണിമുത്ത് റസൂലെന്ന റോജ ആമിന ബീവി പുഞ്ചിരിച്ചു നൂറാകയ മക്ക മണ്ണിൽ നൂറുദിച്ചു നൂറാകയ ലോകമാകെ വൻ പ്രഭ പൂണ്ടു നൂറാകയ മണ്ണും വിണ്ണും ശുക്ർ പതിഞ്ഞു നൂറാകയ പുകളുകളാലെ പുളകിതമാകെ പൂത്തുലഞ്ഞ ഉലകമിലാകെ നൂറാകയ 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 ബോലോന നൂറാകയ 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 മർഹബാ യാ മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മർഹബാ യാ മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മർഹബാ യാ മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇവിടെ പരിപാടി അവതരിപ്പിച്ച് വിജയം കരസ്ഥമാക്കിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും പങ്കെടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾക്കുമൊക്കെയുള്ള ഉപഹാരങ്ങളും പ്രോത്സാഹന സമ്മാനങ്ങളും തുടങ്ങി പല വിധത്തിൽ ഇതിനോട് സഹകരിച്ചിട്ടുള്ള ഒട്ടനവധി ആളുകൾക്ക് എല്ലാവിധ നന്ദിയും അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുജീബ് ഉസ്താദ് അവറുകൾ, നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പാൾ കൂടിയായ അദ്ദേഹം അവർക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും പ്രത്യേകിച്ച് ദുആ നടത്തുകയാണ്. അതിനുവേണ്ടി ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد
റഹ്മാനും റഹീമുമായ രാജസയ്യിദായ തമ്പുരാനെ, ഞങ്ങൾ ഈ സ്ഥാപനത്തിൽ ഞങ്ങൾ 2 ആഴ്ചത്തോളമായി വിദ്യാർത്ഥികളും ഉസ്താദുമാരും ചേർന്നുകൊണ്ട് നടത്തുന്ന ഈ കലാപരിപാടിക്ക് വിവിധങ്ങളായ രൂപത്തിൽ സംഭാവനകൾ ചെയ്തവർ, സഹായിച്ചവർ എല്ലാവരെയും നീ കബൂലാക്കണം റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളുടെ ഈ 4 മഹല്ലുകളിലും ഉള്ളതായ ഞങ്ങളുടെ സുഹൃത്തുക്കളുമായി കൊണ്ട് ബന്ധപ്പെട്ടപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് അവർ ഇതിനു വേണ്ടി സഹായിച്ചത്. അല്ലാഹുവേ, അവർ ഏതൊരു വരുമാനത്തിൽ നിന്നാണോ ഇതിന് സംഭാവന നൽകിയതെങ്കിൽ പടച്ചവനെ, നീ അവർക്ക് അതിലൊക്കെയും ബറക്കത്ത് നൽകണം റഹ്മാനെ. ആ വീടുകളിൽ നീ ബറക്കത്ത് നൽകണം തമ്പുരാനെ. റഹ്മാനായ റബ്ബേ, പലരുടെയും മനസ്സിൽ വിവിധങ്ങളായ ഉദ്ദേശങ്ങളുണ്ട്. അല്ലാഹുവേ, ആ ഉദ്ദേശങ്ങളൊക്കെയും നീ പൂർത്തിയാക്കി കൊടുക്കണം റഹ്മാനെ. റഹ്മാനായ റബ്ബേ, അവരിൽ നിന്ന് പലരും മരണപ്പെട്ടവർ ഉദ്ദേശിച്ചുകൊണ്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരാണ്. അല്ലാഹുവേ, ആ ഖബറാളികൾക്ക് നീ സന്തോഷം നൽകണം റഹ്മാനെ, റാഹത്ത് നൽകണം തമ്പുരാനെ. ആരെല്ലാം ഏതെല്ലാം രൂപത്തിലാണ് സഹായിച്ചതെന്ന് നിനക്കറിയാം. ചെറുതും വലുതുമായ സംഖ്യകൾ നൽകിക്കൊണ്ട് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങളുടെ മുഅ്മിനീങ്ങളായ സുഹൃത്തുക്കൾ ഇതിനു വേണ്ടി സഹകരിച്ചത്. അല്ലാഹുവേ, ആ സന്തോഷം അവർക്ക് ഇരുലോകത്തും നീ പകരം കൊടുക്കണം റഹ്മാനെ. അവരുടെ എല്ലാ ഏർപ്പാടുകളിലും നീ ബറക്കത്ത് നൽകണം തമ്പുരാനെ. മക്കളെ സ്വാലിഹീങ്ങളാക്കണം റഹ്മാനെ. അല്ലാഹുവേ, അപകട മരണങ്ങളിൽ നിന്ന് നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഈ പരിശുദ്ധമായ സ്ഥാപനത്തിന്റെ തുടക്കം മുതൽ ഇതുവരെയും ഇതിനു വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ 4 മഹല്ലുകളിലുമുള്ള ഞങ്ങളുടെ സുഹൃത്തുക്കൾ, അല്ലാഹുവേ, അവരുടെ പ്രവർത്തനങ്ങളെ നീ കബൂലാക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, പ്രത്യേകിച്ച് വിദേശത്തുള്ള ഞങ്ങളുടെ സുഹൃത്തുക്കൾ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് അവർ ഈ സ്ഥാപനത്തിന് വേണ്ടി നൽകിക്കൊണ്ടിരിക്കുന്ന ഓരോ തുകയുടെയും വലുപ്പം നിനക്കറിയാം, അവരുടെ പ്രയാസങ്ങൾ നിനക്കറിയാം. അല്ലാഹുവേ, നീ അവർക്ക് സന്തോഷം നൽകണം റഹ്മാനെ. ജോലിയിൽ ബറക്കത്ത് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, അതുപോലെ ഈ നാടുകളിലുള്ള സുഹൃത്തുക്കൾ വിവിധങ്ങളായ ജോലിയിൽ മുഴുകിക്കൊണ്ട് കുടുംബം പോറ്റുന്നവർ, അല്ലാഹുവേ, നീ അവർക്കൊക്കെയും ബറക്കത്ത് നൽകണം റഹ്മാനെ. ഐശ്വര്യം പ്രദാനം ചെയ്യണം തമ്പുരാനെ. റഹ്മാനായ റബ്ബേ, എല്ലാം നീ പൊരുത്തപ്പെട്ട ഒരു സ്വാലിഹായ അമലായി നീ കബൂലാക്കണേ അല്ലാഹ്. അവർക്കും അവരിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കും ഖബറത്തിലേക്ക് ഒരു മുതൽ കൂട്ടാക്കി നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളെ നീ ഉഖറവിയായ മുതഅല്ലിമീങ്ങളിൽ സ്വീകരിക്കണം റഹ്മാനെ. അല്ലാഹുവേ, എന്തെല്ലാം പാകപ്പിഴവുകൾ ഞങ്ങൾക്ക് സംഭവിക്കുന്നുണ്ടെങ്കിലും നാഥാ, അതെല്ലാം നീ മാപ്പാക്കി ഞങ്ങൾ നിന്ന് നീ സേവനം കബൂലാക്കണം റഹ്മാനെ. ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് നീ ഐശ്വര്യം പ്രദാനം ചെയ്യണം തമ്പുരാനെ. ഊർജം നൽകണം റഹ്മാനെ. എല്ലാവിധ സഹായങ്ങളും നൽകി നീ അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹ്, ഇവിടെ പഠിപ്പിക്കപ്പെടുന്ന നിന്റെ നൂറാകുന്ന ഇൽമിന്റെ ഓരോ പ്രതിഫലങ്ങളും ഈ 4 മഹല്ലുകളിൽ നിന്നും അവരുമായി കൊണ്ട് ബന്ധപ്പെട്ടവരിൽ നിന്നും മരണപ്പെട്ടു പോയവർ വിവിധങ്ങളായ ഖബർസ്ഥാനുകളിലുണ്ട്. അല്ലാഹുവേ, ആ ഖബറാളികളിലേക്ക് നീ അത് എത്തിക്കണം തമ്പുരാനെ. നീ അതെല്ലാം എത്തിച്ച് അവിടെ ഖബറുകളിൽ നീ സന്തോഷം നൽകണം തമ്പുരാനെ. റഹ്മാനായ റബ്ബേ, നീ ഞങ്ങളെ കബൂലാക്കണേ റഹ്മാനെ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم.